हरि ओम। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। നമ്മൾ ചതുർദശ മഞ്ജരിക സ്തോത്രത്തിലെ 8ഉം 9ഉം ശ്ലോകം ചൊല്ലാം. അതാണ് എടുത്തതാണ്. അപ്പോൾ ആ 2 ശ്ലോകം ചൊല്ലാം. ആദ്യം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ രഥ്യാചർപ്പട വിരചിതകന്ധ പുണ്യാ പുണ്യവിവർജിത പന്ഥ യോഗീ യോഗ നിയോജിത ചിത്തോ രമതോന്ബാലോന്മത്തവദേവ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. 2 ശ്ലോകങ്ങൾ ചതുർദശ മഞ്ജരിയിലെ കഴിഞ്ഞു. ഇതുവരെയുള്ള ചതുർദശ മഞ്ജരിയിലെ ചിത്രങ്ങളിൽ നിന്ന് സ്വല്പം വ്യത്യസ്തമായ രചനയാണ് ഇനിയുള്ള ഈ ചതുർദശ മഞ്ജരിയിലെ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ. സ്വല്പം ഒരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്. ഇതേവരെ നമ്മൾ കണ്ടത് വിവിധ ആശ്രമങ്ങളിലുള്ള വ്യക്തികളുടെ വ്യത്യസ്തമായ ജീവിതശൈലി, തെറ്റായ ലോകത്തിനോടുള്ള കാഴ്ചപ്പാട്, അതേസമയം ചിലവരുടെ നേരായ മാർഗം, വേണ്ട വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവർ, രാഗദ്വേഷാദികളില്ലാതെ ജീവിക്കുന്നവർ, ഇതൊക്കെയായിരുന്നു ഇതേവരെയുള്ള ചിത്രങ്ങൾ. ഈ 7 ശ്ലോകത്തിൽ വരച്ച 7, 2, 9 ശ്ലോകത്തിൽ വരച്ച ചിത്രങ്ങൾ. ഇനി ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചിത്രീകരണങ്ങളല്ല. ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ ഉപദേശരൂപത്തിലാണ്. ദുഃഖൃങ്കരണേ വഴി നമുക്ക് ഈ നാട്ടിലെ ജനതയ്ക്കുള്ള ഉപദേശമാണ്. ഡുക്രിങ്കരണി വഴി, ത്രൂ ഡുക്രിങ്കരണി. ഡുക്രിങ്കരനോടാണ് പറയണത്, പക്ഷേ നമുക്കാണ് അത് കൊള്ളുന്നത്. അപ്പോൾ ആ ഉപദേശങ്ങളാണ് ഇനി വരുന്ന ശ്ലോകങ്ങൾ. മാത്രമല്ല, അതേ സമയത്ത് ശിഷ്യന്മാർ തങ്ങളുടെ അറിവിൻ്റെ ഒരു സാമാന്യ പ്രദർശനം ഗുരുനാഥൻ്റെ സമക്ഷം കാഴ്ചവെക്കാൻ ഒരാഗ്രഹം ഉണ്ടാവും. സാധാരണ അല്ലേ? ഒരു ചാൻസ് കിട്ടിയാൽ ഗുരുനാഥൻ്റെ മുമ്പിൽ ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമല്ല. ടീച്ചറുടെ മുമ്പിൽ ക്ലാസ്സിലൊക്കെ സംസാരിക്കുക നല്ല കാര്യമല്ല. അപ്പോൾ അതൊരു ആത്മാഭിമാനമുണ്ട്. അപ്പോൾ ശിഷ്യന്മാർക്ക് അതൊരു
സന്ദർഭം വീണ് കിട്ടി ഡുക്രിങ്കരന് കാരണം. താങ്ക്സ് ടു ഡുക്രിങ്കരന്. ഭഗവാന്റെ ആചാര്യസ്വാമികളുടെ മുമ്പിൽ, ഗുരുനാഥൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് തോന്നുന്ന കാഴ്ചകളൊന്ന് പ്രകടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രകടിപ്പിച്ചു. അങ്ങനെയാവാം. ഗുരുനാഥനോട് ഈ ശ്ലോകം ഓരോ ശിഷ്യന്മാരും വായിച്ചപ്പോൾ ചൊല്ലിയപ്പോൾ ചോദിക്കുന്നുണ്ടാവും, അല്ലേ, ദുർലഭ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ ഇത് തന്നെയല്ലേ? ഇങ്ങനെയല്ലേ ഒരു പുരോഗമന എന്താ പറയുക സൊസൈറ്റി മുന്നോട്ട് പോകേണ്ടത്? അവരുടെ ചിന്താഗതി ഇങ്ങനെ ആയിരിക്കണ്ടേ? പുരോഗതി വരിക്കുന്ന സകല തലമുറക്കാരും, സകല ജനറേഷൻസും, സകല രാഷ്ട്രങ്ങളും എല്ലാവരും ഇതേപോലെയല്ലേ നീങ്ങേണ്ടത്? ഈ ചിന്താഗതി വെച്ചിട്ടല്ലേ നീങ്ങേണ്ടത്? ഇതൊരു പോൾ സ്റ്റാർ അല്ലേ? പല ആൾക്കാർക്കും പറ്റുമായിരിക്കില്ല, പക്ഷേ എങ്കിലും അങ്ങോട്ട് എത്താൻ ശ്രമിക്കേണ്ട വഴി ഇതല്ലേ? ഞങ്ങൾ പറയുന്ന വഴിയിൽ തെറ്റുണ്ടോ? അങ്ങനെയല്ലേ ജനങ്ങൾ പെരുമാറേണ്ടത്? എന്ന് ഗുരുനാഥനോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരവസരം കൂടി കിട്ടിയത് അവർ പാഴാക്കിയില്ല. മനസ്സിലായില്ലേ? ഗുരുനാഥനെ കേൾക്കുമ്പോൾ വളരെ സന്തോഷവും. ഇവർ വരച്ച ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികൾ കേമാരാണല്ലോ, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പഠിക്കുക മാത്രമല്ല, ദേ അണ്ടർസ്റ്റുഡ് വെൽ, ദേ നോ എക്സ്പ്രഷൻ വെൽ എന്നൊക്കെ ഗുരുനാഥനും ശങ്കരാചാര്യരും അഭിമാനിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് അഭിമാനമൊന്നും വലിയ വിലയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കുട്ടികളെ ബ്ലസ് ചെയ്യാനുള്ളൊരു മനോഭാവം വരും ഭഗവാന്, ആദിശങ്കരന്, ഇല്ലേ? അപ്പം ഈ ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്ന ഉപദേശം, ഈ 5 ശ്ലോകങ്ങളിലും ഒരു സാധകന് ഉപദേശിക്കുന്ന ഉപദേശം അദ്വൈത സിദ്ധാന്തത്തിൻ്റെ കാതലാണ്. അദ്വൈത പുസ്തകങ്ങളൊന്നും പഠിക്കണ്ട, ഇത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ അദ്വൈത പാഠം പഠിച്ചവന് ഇത് പഠിക്കേണ്ട കാര്യമില്ല. ദി എസൻസ് ഓഫ് അദ്വൈത, ശരിയായി ജീവിക്കേണ്ട രീതി, റൈറ്റ് വേ ഓഫ് ലിവിങ്, നോട്ട് ഗുഡ് വേ ഓഫ് ലിവിങ്, ദ റൈറ്റ് വേ ഓഫ് ലിവിങ്. പക്ഷേ ഈ തത്വങ്ങളെല്ലാം നമ്മൾ വളരെ വിപുലമായിട്ട് വിഷ്ണുസഹസ്രനാമത്തിലും ഇതുവരെയുള്ള ഈ ഗ്രന്ഥത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ നോളജോ അല്ലെങ്കിൽ അത് ദൈനംദിനം നമ്മുടെ പ്രാവർത്തിക കർമ്മങ്ങളിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഉയർന്നിട്ടുണ്ട്, അതൊക്കെ അവനവൻ തീരുമാനിക്കേണ്ട പാരാമീറ്ററാണ്. ആ ബാരോമീറ്റർ വേറൊരാൾക്ക് കൊടുക്കേണ്ട, ആ തെർമോമീറ്റർ അവന് തന്നെ കയ്യിൽ വയ്ക്കാം. ഇതാരും ചോദിക്കില്ല. OTP എന്താ പറയുക, പാസ്വേഡ് പോലെയാണ്, ആരും ചോദിക്കില്ല. അഥവാ കിട്ടിക്കഴിഞ്ഞാൽ പറയരുത്. അഡ്വർടൈസ്മെൻ്റ് കാണാറില്ലേ, സിറ്റി ബാങ്ക് കാർഡ് വിൽ നെവർ ആസ്ക് യു ഫോർ CVC നമ്പർ ഓർ പാസ്വേഡ്. ആരും ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡാണ്. അങ്ങനെ നിങ്ങളൊരു വല്ലവരോടും അത്രയൊക്കെ പഠിച്ചില്ലേ? നിത്യജീവിതത്തിൽ താൻ എത്രത്തോളം ഇതേപോലെ ജീവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ആ പൂട്ട എന്ന് വല്ലവരും ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയേണ്ട യാതൊരു കാര്യമില്ല. ചോദ്യം കേട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ അതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാണേനല്ല നിങ്ങൾ. അതേപോലെ തന്നെ അങ്ങോട്ടും എൻക്വയറി വേണ്ട, ആവശ്യമില്ലാത്ത മതിൽ പൊക്കി നോക്കണ്ട. അയാളെന്താ ചെയ്യണം, എത്ര മണിക്കൂർ വ്യായാമം എടുക്കുന്നുണ്ട്, എത്ര നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, എത്ര നാമം ചെല്ലുന്നുണ്ട്, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ അവനവനുള്ള ബാരോമീറ്ററാണ്. പക്ഷേ നമ്മൾ ഈ ആദ്യം മുണ്ടകോപനിഷത്ത് എടുത്തു, പിന്നെ വിഷ്ണു സഹസ്രനാമം എടുത്തു. ഇതൊക്കെ നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടു. നിങ്ങൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ ഞാൻ കാണൂല, കേൾക്കൂല. ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടാവും. അതും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഈ ചർച്ചയിലൂടെ പിന്നെ ഇപ്പോൾ 10-14 ശ്ലോകം, 15 ശ്ലോകം, 15 ശ്ലോകം ഭജഗോവിന്ദത്തിലും കഴിഞ്ഞു. അപ്പോൾ ഈ ചർച്ചയിലൂടെയൊക്കെ ഒരുവിധം നമ്മൾ എവിടെയൊക്കെ സന്ദർഭങ്ങൾ കിട്ടുന്നു അവിടെയൊക്കെ വളരെ വളരെ വിപുലമായിട്ട് നമ്മൾ ഈ അദ്വൈത സിദ്ധാന്തം വിവരിച്ചിട്ടുണ്ടെന്നാണ് എനിക്കുള്ളൊരു ചാരിതാർത്ഥ്യം. അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ തത്വങ്ങൾ തന്നെയാണ് ഈ 5 ശ്ലോകത്തിൽ ഇപ്പോൾ വിവരിക്കുന്നത്. അതുകൊണ്ട് ശ്ലോകം വായിച്ച്, ഇനിയുള്ള 5 ശ്ലോകങ്ങൾ അത് വായിച്ച്
അർത്ഥം പറഞ്ഞാൽ തന്നെ ധാരാളം മനസ്സിലാകും. അന്വയിച്ച് സംസ്കൃത ശ്ലോകം പദം മുറിച്ച് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഓർമ്മ വരും. ഇത് വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് നാമം എനിക്ക് ഓർക്കുന്നില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. സംഗതി ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. മനസ്സിലായി. ഭജഗോവിന്ദത്തിലും പറഞ്ഞിട്ടില്ല, 2 ദിവസം മുമ്പ് പറഞ്ഞില്ലേ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, അർത്ഥം പറഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് ഈ 5 ശ്ലോകങ്ങളിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊന്നും കിടക്കുന്നില്ല. അത്യാവശ്യം എവിടെയെങ്കിലും ഒരു ഡൈവേർഷൻ വേണമെങ്കിൽ ആ ഒരു ഡീവിയേഷൻ നമ്മൾ എടുക്കുന്നല്ലാണ്ട് വേഗം തിരിച്ചു വരികയും ചെയ്യും. അല്ലാണ്ട് ചർവിത ചർവണം എന്ന് പറയും. ചർവിത ചർവണം അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പ്രയോഗമല്ല, ഒരു ന്യായമാണത്. സംസ്കൃതത്തിൽ ഒരു ന്യായമാണത്. ചർവിത ചർവണ ന്യായം. ചവച്ച തന്നെ അങ്ങനെ ചവയ്ക്കുക, അരച്ച തന്നെ ഇട്ടിങ്ങനെ വായിലിട്ട് അരയ്ക്കുക. ഇംഗ്ലീഷുകാർ പറയില്ലേ ചൂയിങ് ദ കഡ് എന്ന്. അതെ, അത് ചിലപ്പോൾ നീരസമായിട്ട് തോന്നും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഈ 5 ശ്ലോകങ്ങളും അർത്ഥം പറഞ്ഞിട്ട് താല്പര്യം മാത്രം പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ 2 മിനിറ്റോ 3 മിനിറ്റോ അതിന് ചിലവഴിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥവും മനസ്സിലാവും, തത്വവും മനസ്സിലാവും. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക്, അതുകൊണ്ട് അടുത്ത 5 ശ്ലോകങ്ങൾ അധികം വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സംശയമുണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, മെസ്സേജ് അയക്കാം, ഒരു കുഴപ്പമില്ല. 5 AM to 11 PM ആണ് എൻ്റെ സമയം എന്ന് ഞാൻ നിങ്ങളോട് ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. മെസ്സേജ് കിട്ടിയാൽ ചിലപ്പോൾ ഉത്തരം അയക്കാൻ വേഗമായിരിക്കാം, പക്ഷേ എങ്കിലും മെസ്സേജ് വിൽ ബി റിസീവ്ഡ്, കോൾ വിൽ ബി അറ്റൻഡഡ്, യാതൊരു സംശയമില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, സൗകര്യം പോലെ, നിങ്ങളുടെ സൗകര്യം പോലെ വിളിക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല, സംശയങ്ങൾ തീർക്കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരുടെയും സമയം ഇതേ ശ്ലോകം തന്നെ ഇങ്ങനെ ചർവണം ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടെന്ന് മനസ്സിൽ തോന്നി. പ്രത്യേകിച്ച് 5 ശ്ലോകങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കാവുക കാരണം രണ്ടാമതിന് വർണ്ണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ചാണ്ഡിക 23ാമത്തെ ശ്ലോകം, അതായത് പറയാ ചതുർദശ മഞ്ജരിയിലെ 10ാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലാതെ. കസ്ത്വം കോഹം കുത ആയാത കാമേ ജനനി കോമേ താത ഇതി പരഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. കസ്ത്വം കോഹം കുത ആയാത കാമേ ജനനി കോമേ താത ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം. ഇതാണ് ശ്ലോകം. ഈ ഒറ്റക്ഷരങ്ങളും രണ്ടക്ഷരങ്ങളൊക്കെയാണ് സംസ്കൃതത്തിലെ ബുദ്ധിമുട്ടുകാരൻ. പ്രിൻറ്റിങ് മിസ്റ്റേക്സ് ധാരാളം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കാമേ ജനനിയാണോ കോമേ ജനനിയാണോ സംശയമുണ്ട്. അതൊന്ന് ആ ബുക്കൊന്ന് എടുത്ത് നോക്കട്ടെ. ഞാൻ ചൊല്ലിയത് കാമേ ജനനി, തന്നെ തെറ്റില്ല, റൈറ്റ്. ഇത് കസ്ത്വങ്കോഹം കുത ആയാത കാമേ ജനനി കോമേ താത ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം. ഇതാണ് ശ്ലോകം. ശ്ലോകത്തിന് നമ്മൾ അതിൻ്റെ സാമാന്യ അർത്ഥം ഒന്ന് കാണാം. പ്രോസ് രൂപത്തിൽ ത്വം ക എന്നതിൽ ശ്ലോകത്തിലേറില്ലേ, കസ്ത്വം, ത്വം ക പ്ലസ് ത്വം കസ്ത്വം, കസ്ത്വം ത്വം ക. ത്വം ക എന്ന് വെച്ചെങ്കിൽ ത്വം നീ, ക ആരാ, ത്വം ക നീ ആരാ, നീ ആരാണ്? ചോദ്യം കേട്ടിട്ടില്ലേ? ഓക്കെ. അഹം ക,
അഹം ക കസ്ത്വം കോഹം കുത ആയാത കസ്ത്വം കോഹം ത്വം ക അഹം ക ഞാൻ ആരാണ്? എന്നെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, എന്നെക്കുറിച്ചും അറിയണം, അതും എനിക്കറിയണം. ഹൂ ആർ യു, നീ ആരാണ്? ത്വം ക അഹം ക, ഞാൻ ആരാണ്? ഹൂ എം ഐ. മാത്രമല്ല കുറച്ചും കൂടി വിവരം അറിയണ്ട്. കുത ആയാത, എവിടുന്ന് വന്നു? ആര്? നീയും ഞാനും എവിടുന്നാ വന്നത്? മേ ജനനി കാ, കാമേ ജനനി, മാ ജനനി കാ, എൻ്റെ അമ്മ ആര്? ഇതിനു മുമ്പ് കണ്ട ശ്ലോകമല്ലേ അല്ലേ? നന്നായിട്ടുണ്ട് ശ്ലോകം. ക കുത ആയാത മേ ജനനി ക, എൻ്റെ അമ്മ ആരാണ്? മേ താതാ ക, എൻ്റെ അച്ഛനാര്? അപ്പോൾ ഞാനാര്, താനാര്, ഓർ നീയാര്? ത്വം ക അഹം ക കുത ആയാത, ഫ്രം വേർ ഡിഡ് വി കം, എവിടുന്നാണ് നമ്മളൊക്കെ വന്നത്? മേ ജനനി ക, എൻ്റെ അമ്മ ആരാണ്? മേ താതാ ക, എൻ്റെ അച്ഛനാരാണ്? ഇതി, ഇങ്ങനെ. ഈ ശ്ലോകം ഇതിനു മുമ്പ് ഒരു ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? ഏത്? ദ്വാദശമഞ്ജരിയിൽ തന്നെയാണത്. ദ്വാദശമഞ്ജരിയിൽ കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര. ഓർമ്മ വരില്ലേ ശ്ലോകം? കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യത്വം ക കുതായാത തത്വം ചിന്തയ തദിഹ ഭ്രാത. ആ ശ്ലോകം തന്നെ അവിടെ ചോദിക്കണം, തന്നെ അവിടെ ചോദിക്കണം. കസ്ത്വം കോഹം കുത ആയാത, നീ ആരാണ്? ഞാൻ ആരാണ്? എവിടുന്ന നീ വന്നത്? കാമേ ജനനി, ആരാണ് എൻ്റെ അമ്മ? കാമേ കോമേ താത, ആരാണ് എൻ്റെ അച്ഛൻ? ഇതി, ഇങ്ങനെ. സ്വപ്നവിചാരം അസാരം വിശ്വം സർവം ത്യക്ത്വ, ഒറ്റ ഫ്രേസാണ്. സ്വപ്നവിചാരം അസാരം വിശ്വം സർവം ത്യക്ത്വ. സ്വപ്നതുല്യമായ സങ്കല്പജന്യമായ നിരർത്ഥകവുമായ സ്വപ്നവിചാരം അസാരം വിശ്വം സർവം ത്യക്ത്വ, സംസാര അനുഭവങ്ങളെ തള്ളിക്കളഞ്ഞ് പരിഭാവയ, ഇതി പരിഭാവയ, ഇങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെ വിചാരം ചെയ്യുക. എൻ്റെ തോട്ട് പ്രോസസ്സ് ഇങ്ങനെ പോട്ടെ. കീപ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ്. ഇൻട്രോഗേഷൻസ്, വേറെ ആരോട് ചോദിക്കാനുള്ള ചോദ്യമല്ല അത്, നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നിൻ്റെ മനസ്സിൽ ചോദിക്കുക, നിൻ്റെ സ്നേഹിതൻ ആരാണ്? നിൻ്റെ ബന്ധു ആരാണ്? നിൻ്റെ മിത്രൻ അവരൊക്കെ ആരാന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ. നീ ആരാണ്? കുട്ടപ്പേട്ടൻ ഇവിടെ വന്നല്ലോ, കുറേ ദിവസമായല്ലോ വന്നിട്ട് ഇങ്ങനെ സ്നേഹം കൂടിയിട്ട്. ആരാ നിങ്ങൾ? കസ്ത്വം കോഹം, ഞാൻ ആരാ? ഹൂ എം ഐ? വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വെർ ഡിഡ് ഐ കം ഫ്രം, വെർ ഇസ് മൈ ഒറിജിൻ. മനസ്സിലായില്ലേ? അതൊക്കെ ഞാൻ എടുത്തതാണ്, ഞാൻ പിന്നെയും പറയുന്നത് മാത്രമേ ഉള്ളൂ, എടുത്തതാ. അപ്പം ഇങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ സദാസമയത്തും ഇരിക്കട്ടെ. ആ ചിന്ത വരുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആരാ നീ എന്ന് മനസ്സിലാവും, ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലാവും, നിൻ്റെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാവും, എത്ര കാലം അദ്ദേഹത്തിന് ആ ജോലി ഇവിടെ ഉണ്ടായിരുന്നു അത് നിനക്ക് മനസ്സിലാവും, അമ്മ എന്ത് ജോലി എടുത്തു ഇതേവരെ നിന്നെ പ്രസവിക്കാനും വളർത്താനും, എത്ര കാലം ഇനി അമ്മ നിൻ്റെ സർവീസിലുണ്ടാവും,
നീ എത്ര കാലം അമ്മയെ സെർവ് ചെയ്യും? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ ആലോചിക്കുക. നത്തിങ് മൈ ഡിയർ ബോയ് ഈസ് പെർമനൻറ്റ്. സ്വപ്ന വിചാരം, സ്വപ്നം കണ്ട് എണീക്കണ പോലെ. മേ ബി 60 years, 70 years, 40 years, 30 years, വൺ ഡേ, വൺ നൈറ്റ്. ചാമിന്നോ നാളെയോ മറ്റന്നാളോ, ദാറ്റ് ഇസ് ഓൾ. അപ്പോൾ ജനനം മുതൽ മരണം വരെ ഒരു കാര്യം നമ്മൾ തീർച്ചയാണ്, നമ്മൾ ബാഹ്യപ്രപഞ്ചവുമായി സദാ ബന്ധം പുലർത്തിയിട്ടാണ് ജീവിക്കേണ്ടത്. ആണോ അല്ലേ? ഫ്രം ബർത്ത് ടു ഡെത്ത്, അറ്റ് എവറി മോമെൻറ്റ്, ഓരോ സമയത്തും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും, ഓരോ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡും നമ്മൾ സദാ സമയത്തും ജീവിക്കുന്നത് ബന്ധം പുലർത്തിയിട്ടാണ്. ഒരാളല്ലെങ്കിൽ വേറൊരാൾ, വേറൊരാളെങ്കിൽ മറിച്ചാൾ, മറിച്ചാളല്ലെങ്കിൽ മറ്റാൾ. ആരെയും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വസ്തു. വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, സൈക്കിൾ ചവിട്ടി പോണത് ഒരാൾ. ഞാൻ ആരെയും ശല്യം ചെയ്യണില്ല, ഞാൻ അങ്ങനെ റോട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതും വസ്തുവാണ്. അതായിട്ടും ബന്ധം സ്ഥാപിക്കാം. അല്ലേ? എല്ലാ വിഷയങ്ങളായിട്ടും ബന്ധം സ്ഥാപിക്കുക. ഒന്നല്ലെങ്കിൽ വേറൊരു വിഷയമായിട്ട് ബന്ധം സ്ഥാപിക്കുക, വ്യക്തികളായിട്ട് ബന്ധം സ്ഥാപിക്കുക, ചുറ്റുപാടുകളായിട്ട് ബന്ധം സ്ഥാപിക്കുക. ബന്ധം സ്ഥാപിക്കാതെ ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത് വളരെ വിചിത്രമായ വ്യത്യാസങ്ങളായ ബന്ധങ്ങൾ. അയ്യോ, വാട്ട് എ വെറൈറ്റി അല്ലേ? ഭർത്താവ് ഭാര്യയോട് ഇന്ന രീതിയിൽ പെരുമാറണം, അത് യൂണിവേഴ്സലാണോ? അത് ലോക തത്വമാണോ? ഭർത്താവ് ഇന്ന രീതിയിൽ ഭാര്യയോട് പെരുമാറണമെന്ന് കോഡ് ഓഫ് കോണ്ടാക്റ്റ് ആണോ? ഞാൻ എൻ്റെ ഭാര്യയോട് പെരുമാറുന്ന പോലെ ആവില്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പെരുമാറുന്നത്. എത്ര ദാമ്പത്യത്തിൽ ഓരോ രീതിയിൽ ഓരോരു അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നു. എല്ലാവരും ഒരേ കോമണായിട്ട് ഒരേ യൂണിഫോം രീതിയിലാണോ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം, അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം, സഹോദരനായിട്ടുള്ള ബന്ധം, സ്നേഹിതന്മാരായിട്ടുള്ള ബന്ധം? ആണോ? പറയൂ. അല്ലല്ലോ. അച്ഛനോട് ജീവിക്കുന്ന ഞാൻ എൻ്റെ അച്ഛനോടുള്ള സമീപനമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട്. ഇവർക്ക് ഇവരുടെ അച്ഛനോട് ആ പോലെ ആയിരിക്കില്ല. ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ വിചിത്രമാണ്. മാത്രം എൻ്റെ പെരുമാറ്റം ഒരേ വ്യക്തിയോട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ലേ? കാലത്ത് ഭാര്യയോട് പെരുമാറുന്ന പോലെയാണോ ഉച്ചയ്ക്ക് ഞാൻ പെരുമാറുക? കാലത്ത് കുട്ടികളോട് പെരുമാറുന്ന പോലെയാണോ വൈകുന്നേരം ഞാൻ കുട്ടികളോട് പെരുമാറുക? കുട്ടികൾ തിരിച്ചു ഇങ്ങോട്ടാണോ ആ രീതിയിലാണോ പെരുമാറുക? ഭാര്യ തിരിച്ച് ഇങ്ങോട്ട് അതേ രീതിയിലാണോ പെരുമാറുന്നത്? സ്നേഹിതൻ എന്നോട് എല്ലാ സമയത്തും ഒരേപോലെ ഇടിച്ച് കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയോ? ഇല്ല. അങ്ങോട്ടും ഇല്ല. വ്യത്യസ്തമായ ബന്ധങ്ങൾ. ആലോചിച്ച് നോക്കൂ, എത്ര വിചിത്രമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡ്രീം. എന്നിട്ട് അവസാനം ദ ഹോൾ തിങ് കൊളാപ്സസ്. ഉണർന്നു. എവിടെ? സ്വപ്നം എവിടെ? ഇനി കുറേ പാൽപ്പായസം കുടിച്ചാണല്ലോ, കൈയൊക്കെ ഒന്ന് കഴിക്കാലോ, അല്ലേ? ഒരു വളരെ സങ്കീർണമായ ബന്ധമാണ് നമ്മുടെ, വളരെ വളരെ സങ്കീർണമായ ഒരു കോംപ്ലിക്കേറ്റഡ് ലൈക്ക് സ്പൈഡർ വെബ്, ഒരു എട്ടുകാലി കൂടിനെ പോലെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ബന്ധമാണ് നമ്മൾ ഈ ലോകത്തിൽ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾ ഉള്ളവരോട് ഇടപഴകുമ്പോൾ ബുദ്ധിപരമായ സംബന്ധമായിരിക്കണം. ദ കോൺടാക്ട് മസ്റ്റ് ബി ഇൻ്റലിജൻറ്റ്. എമോഷണൽ ലെവലിലല്ല, ഫിസിക്കൽ ലെവലിലല്ല. ഐ ലവ് ദിസ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചറിൻ്റെ കാലും ആ സോഫയുടെ കാലും എൻ്റെ കയ്യും കൂടി കൂട്ടി കെട്ടുകയാണോ? ഐ ലൈക്ക് ദ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ചെയ്യുക? അറ്റാച്ച്മെൻ്റ് അതാണോ? അല്ലല്ലോ. ബുദ്ധിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ആരോടായാലും എപ്പോഴായാലും, ആസ് ലോങ് ആസ് യു ആർ അലൈവ്.
സത്യസന്ധമായിട്ടുള്ള അടുപ്പം വേണം, കാണിച്ചു കൂട്ടിലല്ല. ആ സത്യസന്ധമായിട്ടുള്ള അടുപ്പം എങ്ങനെയുണ്ടാവുക? സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഞാൻ ആര് എന്ന സത്യം, നീ ആര് എന്ന സത്യം, അമ്മ ആര് എന്ന സത്യം, അച്ഛനാര് എന്ന സത്യം, കുട്ടികളാര് എന്ന സത്യം, വീട് എന്ത് എന്നുള്ള സത്യം, ധനം എന്ത് എന്നുള്ള സത്യം. ഇതിനോട് ഇടപഴകുമ്പോൾ ഒന്നും നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടിട്ടല്ല ഇടപഴകണത്, ആണോ? നമ്മൾ പുലർത്തി വരുന്ന ബന്ധങ്ങൾ, ആ നമ്മളെ ബന്ധിക്കപ്പെടുന്ന വസ്തുക്കൾ, അതിൻ്റെ ഒന്നിൻ്റെയും സത്യാവസ്ഥ കണ്ടിട്ടല്ല നമ്മൾ ബന്ധം പുലർത്തി പോരുന്നത്. ആകപ്പാടെ നമുക്കുള്ളത് എല്ലാ ബന്ധവും നമ്മളെ ബന്ധനമാക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. ബുദ്ധിപരമായിട്ടുള്ള ഒരു അവലോകനമില്ലാത്തത് കൊണ്ടാണ് എല്ലാ ബന്ധങ്ങളും ബന്ധനമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഒരു ബന്ധവും ബന്ധനാവില്ല. നോ ബോണ്ട് ക്യാൻ എവർ ബി എ ബോണ്ടേജ്. ഈ വിശ്വം എന്താണ്? ഞാൻ ആരാണ്, നിങ്ങളാരാണ്? നമ്മൾ രണ്ടാളും കൂടി തമ്മിൽ കൂട്ടിമുട്ടിയ ഈ സ്റ്റേജ്, വിശ്വം എന്ന് പറയുന്ന അതെന്താണ്? ഈസ് ദാറ്റ് പെർമനൻറ്റ്? ഞാൻ പെർമനൻ്റ് അല്ല, നിങ്ങൾ പെർമനൻ്റ് അല്ല. ഈ സ്റ്റേജ് പെർമനൻ്റ് ആണല്ലോ, ആണോ? പെർമനൻ്റ് ആണോ? ലോകം എന്ന് പറയുന്നത് പെർമനൻ്റ് ആണോ? ഹൗ ഡു യു ഡിഫൈൻ പെർമനൻസി? ഇതൊക്കെയാണ് മേൽപ്പറഞ്ഞ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. ഈ 9 ശ്ലോകങ്ങളിൽ 5 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത് ഇതാണ്. അപ്പോൾ നിനക്ക് ഇനി വിവരണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ലല്ലോ. അപ്പോൾ ഈ വക വ്യത്യസ്തമായ ബന്ധങ്ങളെ എല്ലാം തന്നെ നല്ല പോലെ വിവേകത്തോടെയും വിവേചനത്തോടുകൂടിയും ചിന്തിച്ച് ശരിയായ ബന്ധനം പുലർത്തുക. ആരെയും ഒഴിവാക്കാനല്ല ഉപദേശം. അച്ഛനെ ലീവ് ഇറ്റ്, അമ്മ ലീവ് ഇറ്റ്, റിനൗൺസ് അമ്മ, റിനൗൺസ് അച്ഛൻ, റിനൗൺസ് ബ്രദേഴ്സ്, റിനൗൺസ് വേൾഡ്. നോ, ബി ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ നിന്നും കൊണ്ട് ത്യജിക്കുക. മാനസികമായിട്ട് വെറുക്കല്ല, ത്യജിക്കുകയാണ് വേണ്ടത്. വെറുക്കൽ വേഗം കഴിയും, ത്യജിക്കാൻ ബുദ്ധിമുട്ടാണ്. ത്രോയിങ് അവേ, സാക്രിഫൈസ്, രണ്ടും രണ്ടല്ലേ. വിശ്വം ത്യക്ത്വ, ഈ വിശ്വം തന്നെ ത്യക്തോ, കളയേണ്ട സാധനമാണത്. എന്തിനാ അത് മനസ്സിൽ കെട്ടിക്കൊണ്ടിരിക്കണം? എന്താ ഈ വിശ്വം എന്ന് പറയുന്ന സാധനം? ഡിസ്മിസ് ഓൾ ഫോൾസ് നോഷൻസ്, എല്ലാ ഫോൾസ് നോഷൻസും, അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വിട്. ലിവ് ഇൻ റിയാലിറ്റി, സത്യത്തിൽ നിവസിക്കുക, സത്യത്തിനെ കണ്ടുകൊണ്ട് ജീവിക്കുക. ഫേസ് ദ റിയാലിറ്റി, ഗെയിൻ കറേജ് ടു ഫേസ് ദ റിയാലിറ്റി. സത്യം കാണാനുള്ള കഴിവുണ്ടാക്കുക, മനസ്സിന് കഴിവുണ്ടാക്കുക. എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴാണ്. രാത്രി കിടക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കുമോ, ഹു ആം ഐ, ഹു ഇസ് ഹി, ഹു ഇസ് ഷീ, ഹു ഇസ് ദാറ്റ്, വാട്ട് ഈസ് ദിസ്, വെർ ഡിഡ് ഐ കം ഫ്രം, വെർ ആം ഐ ഗോയിങ്? തിങ്ക്. ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്, ഓട്ടോ സജഷൻ സൈക്കോളജിസ്റ്റിൻ്റെ ഭാഷയിൽ. യു ആർ ഗിവിങ് സജഷൻ ടു യുവർ സെൽഫ്. അങ്ങനെയാണ് സ്പിരിച്വൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. The mind becomes less and less agitated because of the bandhanams, which is out of the bandham. So if bandham is wrongly understood, ശരിക്കുള്ള രീതിയിൽ ബന്ധത്തിനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ബന്ധനം നമ്മളെ കുടുക്കും. ആ ബന്ധനത്തിൽ നിന്ന് പോരണമെങ്കിൽ, മാറണമെങ്കിൽ ബന്ധം എന്താണെന്ന് മനസ്സിലാവണം. അതിനാണ് ഈ ചോദ്യങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ തത്വമൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പറഞ്ഞ പോലെ സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത 24ാമത്തെ സ്റ്റാൻസയിലേക്ക് കിടക്കാം. ചതുർദശ മഞ്ജരിയിലെ 11ാമത്തെ ശ്ലോകം. അതും ഉപദേശം തന്നെയാണ്. നമുക്കൊന്ന് വായിക്കാതെ. ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണു
വ്യർത്ഥം കുപ്യസി മയ്യസഹിഷ്ണു ഭവസമചിത്ത സർവത്ര ത്വം വാഞ്ചസ്യാചിരാത് യതി വിഷ്ണുത്വം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണു വ്യർത്ഥം കുപ്യസി മയ്യസഹിഷ്ണു ഭവ സമചിത്ത സർവത്ര ത്വം വാഞ്ചസ്യ ചിരാത് യതി വിഷ്ണുത്വം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. അർത്ഥം നോക്കുക. ത്വയി മയി ച, ത്വയി മയി, ശ്ലോകം അങ്ങനെയല്ല, ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണു, ത്വയി മയി ച, ച എന്നവിടെ മുറിക്കണം. ത്വയി മയി ച, നിന്നിലും എന്നിലും. ഇറ്റ് ഇസ് എൻ അഡ്വൈസ്. നിന്നിലും എന്നിലും. ത്വയി മയി ച. അന്യത്ര, നിങ്ങളിലല്ലാത്തയിടത്തും. അതർ ദാൻ യു, മീ, അതർ ദാൻ ബോത്ത് ഓഫ് യു. അന്യത്ര, ത്വയി മയി ച അന്യത്ര, അതാണ് ആദ്യത്തെ വരി. ത്വയി മയി ച അന്യത്രൈകോ വിഷ്ണു. അപ്പോൾ ത്വയി മയി ച അന്യത്ര, ത്വയി മയി ച നീയും ഞാനും, നിന്നിലും എന്നിലും, അന്യത്ര മറ്റെല്ലായിടത്തും. ഇൻ യു, ഇൻ മീ ആൻഡ് ഇൻ അതർ തിങ്സ്. എല്ലാറ്റിലും അർത്ഥം. ഏക വിഷ്ണു, ഒരേ പരമാത്മായ വിഷ്ണു തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണു. ദ റിയാലിറ്റി, ദ ട്രൂത്ത്, ദ സത്യം. ആ സത്യമാണ് നിന്നിലും എന്നിലും എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നത്. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട മത്തസ്മൃത ജ്ഞാനമപോഹനം ച. ഇതൊക്കെ നിങ്ങളെ ജസ്റ്റ് ടിക്ക് മാർക്ക് ഇട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതൊക്കെ നമ്മൾ എത്രയോ വിപുലമായിട്ട് കണ്ട ശ്ലോകങ്ങൾ അതൊക്കെ അല്ലേ. അന്യത്ര, മറ്റെല്ലായിടത്തും. ഏക വിഷ്ണു, ഒരേ പരമാത്മാവ് തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഓൾ പെർവേഡിങ്, ഇൻ യു, ഇൻ മീ, എവരിവെയർ. പ്രഹ്ലാദൻ പറഞ്ഞ അതേ തത്വം തന്നെ. അസഹിഷ്ണു, വ്യർത്ഥം കുപ്യസി മൈ അസഹിഷ്ണു. അസഹിഷ്ണു, അക്ഷമനായിട്ട് നിന്നിലും എന്നിലും ഈ ലോകത്തിൽ മുഴുവനും ഒരേ ഒരു ഗുരുവായൂരപ്പനാണ് വസിക്കുന്നത്. അതുകൊണ്ട് അസഹിഷ്ണു, സഹിഷ്ണുതയില്ലാതെ, വിത്തൗട്ട് പേഷ്യൻസ്, നോ എന്താ പറയുക, ടോളറൻസ്, നോ ടോളറൻസ്, അക്ഷമനായിട്ട് മയി വ്യർത്ഥം കുപ്യസി, വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു. വ്യർത്ഥം കുപ്യസി, മയി വ്യർത്ഥം, എന്നെ കുപ്യസി, വ്യർത്ഥം കുപ്യസി, എൻ്റെ നേരെ വെറുതെ നീ കോപിക്കണു. ത്വയിമയി ച അന്യത്രൈലോകോ വിഷ്ണു. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കെ നീ എന്താ ചെയ്യണ? വ്യർത്ഥം, വെറുതെ, കുപ്യസി, ദേഷ്യപ്പെടുന്നു. മയ്യ, എന്നെ, എങ്ങനെ? സഹിഷ്ണു, സഹിഷ്ണുതയില്ലാതെ. ഒന്ന് മനസ്സിലാക്ക് എൻ്റെ കുട്ട. ഇങ്ങനെ രാവും പകലും വായും പൊളിച്ച് ചീത്ത പറയേണ്ടിരിക്കുക. ഒന്ന് നിർത്ത്. എന്താ അത്? സത്യം മനസ്സിലാക്കുക. വെറുതെ ഇങ്ങനെ വായിട്ടലക്കാതെ. അസഹിഷ്ണു, അക്ഷമനായിട്ട് മയി വ്യർത്ഥം കുപ്യസി, എൻ്റെ നേരെ വെറുതെ നീ കോപിക്കണു. എന്തു ലോഫ്റ്റി ഐഡിയൽസ് അല്ലേ മഹർഷിമാർ. അയ്യോ.
നമ്മുടെയൊക്കെ വീക്ക്നെസ്സുകൾ എത്ര വേഗം അവർ കണ്ടുപിടിക്കണല്ലേ. എന്തൊരു ഡയഗ്നോസിസ്. അചിരാത് ആശ്വസിപ്പിക്കണം. ഉടനെ തന്നെ വിഷ്ണുത്വം വാഞ്ചസി യതി, നിനക്ക് വിഷ്ണുപദം പൂകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, വിഷ്ണുത്വം വാഞ്ചസ യതി, യതി ഇൻ കേസ്, ജസ്റ്റ് ഇൻ കേസ്. നേരത്തെ പറഞ്ഞില്ലേ, വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ്. വിശ്വം വിഷ്ണുവോ ഷഡ്കാരോ, ആ ശ്ലോകത്തിൻ്റെ തത്വമാണ് ഇപ്പോൾ ഇത്. എൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായി പറഞ്ഞത്. ത്വയമയി ചാന്യത്രൈകോ വിഷ്ണു എന്ന് പറഞ്ഞത്. വിശ്വം വിഷ്ണുവോ ഷഡ്കാരം. ആ വിഷ്ണുവിനെ നിനക്ക് പൂകണമെന്നുണ്ടെങ്കിൽ, ആ പദത്തിലേക്ക് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ആ ഭഗവാനുമായിട്ട് നീ ബന്ധം പുലർത്തി സേവ നടത്തണമെന്നുണ്ടെങ്കിൽ, ഉടനെ അചിരാത്, താമസിക്കണ്ട. ഇനി നാളെ മറ്റന്നാൾ 30 തിങ്കളാഴ്ച വരട്ടെ, എന്നിട്ടാവാം. ഇന്നിപ്പോൾ മീൻ 1-ാം തീയതി കഴിഞ്ഞ്, ഇപ്പോൾ മേടം 1-ാം തീയതി, വിഷു എല്ലാം കൂടി ഇങ്ങോട്ട് പൊട്ടിക്കാം. അന്ന് തൊട്ടാവാം വിഷ്ണു ഭജനം. കാത്തു നിൽക്കണ്ട. അചിരാത്, ഉടനെ. വിഷ്ണുത്വം വാഞ്ചസി യതി, അഥവാ നിനക്ക് വിഷ്ണുപദം പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു കാര്യം നീ ചെയ്യേ. ത്വം സർവത്ര സമചിത്തഭവ, നീ സർവത്ര സമചിത്തനായി ഭവിച്ചാലും ഈക്വാനിമിറ്റി ഓഫ് മൈൻഡ്. പണ്ഡിത സമദർശിന, സമത്വം യോഗ ഉച്ചതേ. ഭഗവത്ഗീതയിലത്തെ എന്താണ് വാക്കുകളും വരികളുമാണ് ഇവിടെ അനോട്ടേറ്റ് ചെയ്തിട്ട് പറയണത് ശ്ലോകം. ത്വം സർവത്ര സമചിത്ത, സ്റ്റഡി മൈൻഡ്, മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം, സ്ഥിതപ്രജ്ഞൻ. എവിടുന്നൊക്കെ കണക്ഷൻ നോക്കൂ. നിനക്ക് ദെയർഫോർ വിഷ്ണുപദം പൂകണമെന്ന് നീ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭവസമചിത്ത സർവത്രത്വം വാഞ്ചസ്യ ചിരാത് യതി വിഷ്ണുത്വം. അധികം താമസിക്കാണ്ട്, ഇനി സമയമൊന്നും കളയണ്ട. പോയ സമയവും പോയി. ഇനി വാച്ചിലേക്കൊന്നും നോക്കണ്ട, മുഹൂർത്തം നോക്കണ്ട, പഞ്ചാംഗം നോക്കണ്ട, ഒന്നും നോക്കണ്ട. നേരെ പൊക്കോ മീൻസ് മനസ്സിനെ അങ്ങോട്ട് വിടുക. നീ വിട്ടിരുന്നു, നീ എന്താ ചെയ്തു. അതാണ് ഈ ശ്ലോകത്തിലെ അഡ്വൈസ്. മനസ്സിലായില്ലേ? എത്രയോ പ്രാവശ്യം ഈ ആശയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെയധികം പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിൽ ഭഗവാൻ ഒന്നേ സത്യമായിട്ടുള്ളതുള്ളൂ, മറ്റതെല്ലാം മിഥ്യയാണ്. അതെല്ലാം ഭഗവാന്റെ വിഭൂതികൾ മാത്രമാണ്. ഈ ചിന്തകളൊക്കെ, ഈ ധാരണയൊക്കെ നമുക്ക് മനസ്സിൽ ധാരാളം നല്ല പോലെ ധരിക്കാൻ പറ്റും ബുദ്ധിയിൽ, ഇല്ലേ? ഐ എം കൺവിൻസ്ഡ്. വേദാന്തമൊക്കെ പഠിച്ച ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടോ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്തിൽ ഒരേ ഒരു ശക്തിയുള്ളൂ. ആ ശക്തിയുടെ മായാവിലാസമാണ് അതൊക്കെ. മായാകൽപ്പിത ദേശകാലകലനാത് ചിത്രീകൃതം. മറ്റതൊക്കെ മിഥ്യ. എവറിതിങ് എൽസ് ഈസ് മായ. ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഓഫ് വാട്ട് യൂസ്? ഇത് തനിക്ക് മനസ്സിലായിട്ട് വലിയ ഗുണമെന്താ മാർക്ക് കിട്ടുമോ? തന്നോട് ആരും ചോദിച്ചില്ലല്ലോ എന്താ മനസ്സിലായെന്ന്. മനസ്സിലാവേണ്ടതൊക്കെ നല്ലത്, പക്ഷെ മനസ്സിലായിട്ട് അവിടെ മനസ്സിൽ വെച്ച് ഇരുന്നാൽ പോരാ. അത് കയ്യിൽ കൂടെയും കാലിൽ കൂടെയും പുറത്തേക്ക് വരണം. നമ്മുടെ ഓരോ ആക്ഷനിലൂടെയും, ചെവി കൂടെ, നാക്കുകൂടെ, മൂക്കുകൂടെ, ത്വക്കുകൂടെ, 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഉള്ളിൽ കൂടെയും കർമ്മേന്ദ്രിയങ്ങൾ വഴിയും എല്ലാം അത് പുറത്തേക്ക് എടുത്ത് കാണിക്കണം. എന്ത് കാണിക്കണം? സർവം ബ്രഹ്മമയം എന്നുള്ള തത്വം. ബുദ്ധിപരം നിനക്ക് ആലോചിച്ച് കിട്ടിയിട്ട് കാര്യമില്ല. ലോകത്തിൽ ഒരേ ഒരു സത്യമുള്ളൂ, അത് വെറും മിഥ്യാന്ന്. എന്ത് പറയുക വെറുതെ? എന്ത് ലോകം എന്നാ പറയണത്? എന്ത് ബന്ധം എന്നാ പറയണത്?
സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം എന്നൊക്കെ ചോദിച്ചിട്ട് വരാൻ ആൾക്കാർ യുദ്ധം വെട്ടാൻ വരാറുണ്ട്. ഇതാടോ സ്വന്തക്കാരെന്ന് പറയുന്നത്? അല്ലെങ്കിലും ആ സിനിമാ പാട്ടിൽ പറഞ്ഞിട്ടില്ലേ സ്വന്തം എന്ന പദത്തിന് എന്താ അർത്ഥം എന്ന്? ഞാൻ അത്രയ്ക്കേ കണക്കാക്കിയിട്ടുള്ളൂ നിങ്ങളെ. അങ്ങനെയൊക്കെ പറഞ്ഞു തരും ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ വെറും പ്രഹസനം. ഈ ലോകത്തിൽ ഒരേ ഒരു സത്യമുള്ളൂ, മറ്റൊക്കെ മിഥ്യയാണ് എന്ന് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച ഒരാൾക്ക് പിന്നെന്താ പെരുമാറാൻ വിഷമം? പറ്റില്ല. ക്രിയാശക്തി ഇല്ല, ജ്ഞാനശക്തി, ഇച്ഛാശക്തിയുള്ളൂ. മൂന്നാമത്തെ വരം ദേവി കൊടുത്തിട്ടില്ല. അതിന് സമയമെടുക്കും, പേഷ്യൻ്റ്ലി. അതുകൊണ്ടാണ് പറഞ്ഞത് അചിരാത്ത്, ഇനി സമയം കളയരുത്, അചിരാത്ത്, വേഗം പോ, സമയമെടുക്കും. ലോങ് റേസ്, ജന്മജന്മാന്തരങ്ങൾ കിടക്കണം കുട്ട. പുതാന്തൻ്റെ പിന്നാലെ പോയില്ലേ നമ്മൾ, ഒരു ടൂറ്. എത്രയോ കാലം കഴിയണമെന്ന് വിചാരിക്കണത് കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങുക. അങ്ങനെ വഴിക്ക് വല്ല ഷോർട്ട് സർക്യൂട്ടൊക്കെ കിട്ടും, ഒരു ഫ്രീ ട്രിപ്പൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും നീ ആലോചിക്കേണ്ട, അത് ബോണസായിട്ട് എടുത്താൽ മതി. എൻ്റെ കർമ്മം നീ ചെയ്യുക, ഈശ്വരാർപ്പണ മനോഭാവത്തോട് കൂട്ടി എൻ്റെ കർമ്മങ്ങളൊക്കെ നീ ചെയ്യുക, വിഷ്ണുപദത്തിലേക്ക് നീ തീർച്ചയായിട്ടും എത്തും, ഒരു സംശയമില്ല. ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ ലോകത്ത്. ഫൈനൽ അഡ്വൈസ്, ത്വയിമയിച്ച അന്യത്രൈകോ വിഷ്ണു. വേറൊന്നുമില്ല, ഇതെല്ലാം ഇവിടെ വിഷ്ണുമയം, എല്ലാം വിഷ്ണുമയം. ഓൾ വിശ്വം വിഷ്ണുവ ഷഡ്കാരോ, വിഷ്ണുവിനാൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് എല്ലാം. എല്ലാം വിഷ്ണുവിൻ്റെ പുറപ്പാണ്. എല്ലാം ഇത് വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാ എന്നോട് അംഗം വെട്ടണം? വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു. നമ്മൾ ബ്രദേഴ്സ് അല്ലടോ. ബോംബെ ബസ് സ്റ്റാൻഡ് എക്സാമ്പിളും മറന്നോ? നമ്മൾ ഒരു ദിക്കിന്ന് വന്നവരല്ലേ ഇഷ്ടാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിവിടാൻ നിൽക്കുക. ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കയ്യഹ രചിച്ചതു നമ്മയെല്ലാം. എന്തിനാ അവിടെ തല്ലിവിടണ? വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു. നീ വേറെ ഞാൻ വേറെ ആയിട്ട് നീ എന്നെ കാണുന്ന? രമണ മഹർഷിയുടെ ഒരാൾ ചോദിക്കണ്ടായി, ഒരു ശിഷ്യൻ ചെന്നിട്ട്, ഗുരുദേവ്, ഇംഗ്ലീഷുകാരനാ, ഐ വാണ്ട് ടു നോ ഹൗ ടു ഡീൽ വിത്ത് അതേഴ്സ് ഇൻ അവർ ലൈഫ്. ഹൗ ടു ഡീൽ വിത്ത് അതേഴ്സ് ഇൻ അവർ ലൈഫ്. അന്യരോട് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് ചോദിച്ചപ്പോൾ എന്താ രമണ മഹർഷി മറുപടി പറഞ്ഞോ? എടോ, ആരായി അന്യരെന്ന്? വേർ ആർ ദി അതേഴ്സ്? സാഹിബിൻ്റെ വായടഞ്ഞു. വേർ ആർ ദി അതേഴ്സ് എന്നാണ് ചോദിക്കണ മഹർഷി ചിരിച്ചിട്ട്. ഹൗ ക്യാൻ ഐ ബിഹേവ്, ഹൗ ഡു ഐ ഡീൽ വിത്ത് അതേഴ്സ് ഇൻ ലൈഫ് എന്ന് ചോദിച്ചപ്പോൾ വേർ ആർ ദി അതേഴ്സ്? അവരെங்கே இருக்கப்பா? വേർ ആർ ദേ? അതേഴ്സ് വേർ ആർ ദേ? എവിടെയുള്ളത്? അതേഴ്സ് ഇല്ല, എല്ലാം ഞാൻ തന്നെയാണ്. ത്വയിമയി ചാന്യത്രൈകോ വിഷ്ണു, എല്ലാം ഞാൻ തന്നെ. എന്തതർ? നോ അതർ. അപ്പോൾ ഒരു സെൻസ് ഓഫ് അതർനെസ് ഇല്ല. ദ്വൈതമില്ല, വൺ വിത്തൗട്ട് എ സെക്കൻഡ്. അങ്ങനെ വരുമ്പോൾ ശത്രുത എന്തിന്? ഹേറ്റ് ദ സിൻ, നോട്ട് ദ സിന്നർ. മനുഷ്യനെന്ത് കഴിച്ചു? അവൻ്റെ കർമ്മത്തിനല്ലേ കിടക്കുന്നത് മുഴുവൻ. അവൻ ചെയ്ത കർമ്മങ്ങളല്ലേ ചെയ്തു കൂട്ടുന്നത്. അവൻ്റെ പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയ വിഷയങ്ങളെ ചെന്ന് ഭ്രമിച്ച് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ അപകടത്തിൽ നിന്നുണ്ടായിട്ടുള്ള സന്തതിയല്ലേ അവൻ. അപ്പം അവനെന്ത് കഴിച്ചു? ഹൂ ഈസ് ഹി? അതാണ് ചോദ്യം. കസ്ത്വം കോഹം, നീ ആരാ? ആദ്യം പഠിക്കും, മനസ്സിലാക്കുക. ഹൂ ആർ യു? വെർ ഡിഡ് യു കം ഫ്രം? വാട്ട് ഈസ് യുവർ ഒറിജിൻ? അപ്പം എന്തിനാ ശത്രുത? നോക്കൂ, പ്രായോഗികമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, ദേഷ്യം വന്നു, ദേഷ്യപ്പെട്ടോളൂ.
എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോളൂ. അത് കഴിഞ്ഞാൽ ഒരു വീണ്ടും വിചാരം ആയിക്കൂടെ? എന്നാൽ രണ്ടാമതൊരു ദേഷ്യപ്പെടുമ്പോൾ അത് ഇത്ര അതിൻ്റെ കാഠിന്യം ഇത്ര കാണില്ല. ഒന്ന് കുറച്ചുകൂടെ ഡിഗ്രി. വിളക്ക് വയ്ക്കുമ്പോൾ മാത്രമേ ഈ നാമം ചൊല്ലിയിട്ട് കാര്യമില്ല. വിളക്ക് വയ്ക്കുമ്പോൾ ചെല്ലുന്ന ആ നാമം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ആ മനസ്സിൽ ഉറപ്പിച്ച തത്വം നമ്മൾ ജീവിത ശൈലിയായിട്ട് മാറ്റി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. കുട്ടാ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്നാ പഠിക്കുക. അതല്ലാണ്ട് നേറികേടായിട്ട് നടക്കാനല്ല തന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. അതിന് ഞാൻ വേണ്ട. ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദ. പിന്നെ ഇത് 2 വരി. ശത്രുബുദ്ധി വിനാശായ. ആരെ നശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്? ശത്രുവിനെ നശിപ്പിക്കാനല്ല പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ശത്രു പുഷ്പാഞ്ജലി കഴിക്കാറുണ്ടല്ലേ? അത് വെറുതെയാ, ശത്രു നശിക്കില്ല. അതേ സമയത്ത് നിങ്ങളുടെ മനസ്സുകൊണ്ട് ധ്യാനിക്കോ, ശത്രു നാശ പുഷ്പാഞ്ജലി, ശത്രുത നാശ പുഷ്പാഞ്ജലി കഴിക്കൂ. ശത്രു പുഷ്പാഞ്ജലി അല്ല, ശത്രുത നാശ പുഷ്പാഞ്ജലി ഒന്ന് കഴിച്ചു നോക്കൂ. ആ ശത്രുവായി കരുതിയിരുന്ന നിങ്ങൾ ആരാണോ അവരെ നിങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾ കരുതുന്നത്, അയാളുടെ ശത്രുത്വം നശിപ്പിച്ചാൽ അയാൾ നിങ്ങളുടെ മിത്രമായില്ലേ? അയാൾ നിങ്ങൾ തന്നെ ആയില്ലേ? ഒന്നായില്ലേ? അതന്നെയല്ലേ 12-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. കിടന്ന് ഭഗവാൻ അലറിയിട്ട് ആന ചിഹ്നം വിളിച്ച് നടക്കണ പോലെ നടന്നിരിക്കണ 12-ാം അധ്യായത്തിൽ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഇത് കൂടുതൽ എന്ത് പറയണം? മനസ്സിലായോ? അതാണ് ഈ ശിഷ്യന് ഡുക്രിങ്കരണിക്ക്. ആ ഡുക്രിങ്കരണി ദ്വാര ബ്ലസ്സഡ് ഡുക്രിങ്കരണി എന്ന് വേണം പറയാൻ. അദ്ദേഹം വഴി നമുക്കും ഉപദേശിക്കുന്നത്. ശങ്കരനായാലും വളരെയധികം സംതൃപ്തിയായിട്ടുണ്ടാവും, സംശയമില്ല. കാരണം ശങ്കരൻ്റെ സിദ്ധാന്തം തന്നെയാണ് ഇവർ പഠിച്ചിരിക്കുന്നത്. ഇവരെ പഠിപ്പിച്ചതും ശങ്കരൻ ഇത് തന്നെയാണ്. ആ പഠിപ്പിച്ചത് തന്നെ അവർ പറയുന്നതും ഓരോ കടുകണക്ക് തെറ്റില്ല. അത് നമുക്ക് എന്താ പറയുക, എന്താ പറയുക, ആശീർവാദ ശ്ലോകങ്ങളിൽ ഉണ്ട്. നമുക്ക് നോക്കാം, നിങ്ങളുടെ എത്തട്ടെ. അപ്പോൾ പിന്നെ വരുന്ന ശ്ലോകങ്ങൾ 2-3 ശ്ലോകങ്ങൾ, 3 കൂടി ഉണ്ട്. ചിലപ്പോൾ 2 ചിലപ്പോൾ 3 ശ്ലോകങ്ങൾ ചിലപ്പോൾ ദിവസം കഴിഞ്ഞു എന്ന് വരും. ഞാൻ ഈ ഗ്രന്ഥം വേഗം ഓടിച്ച് പോണത് വേഗം അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ടല്ല, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു വിചാരേ മനസ്സിലില്ല. തീരുമ്പോൾ തീരട്ടെ. പക്ഷേ ആവശ്യമില്ലാത്തൊരു എന്താ പറയുക, കടിച്ചു വലിച്ച് തന്നെ പിന്നെയും കടിച്ചു വലിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അധികം ഒന്നും പോകാണ്ട്. ഇതൊക്കെ ആയിട്ടും കണ്ടില്ലേ, 2 പറ്റുള്ളൂ. എനിക്ക് 3 എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. പക്ഷേ സമ്മതിച്ചില്ല. അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അപ്പം ബാക്കിയുള്ള ശ്ലോകം നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഈ ചതുർദശ മഞ്ജരി സ്തോത്രം കഴിക്കാം. അത് കഴിഞ്ഞാൽ ബാക്കി 4 ശ്ലോകങ്ങളും കൂടിയുണ്ട്. അതുവരെ എല്ലാവർക്കും ഹരി ഓം. മിക്കവാറും നാളെ ക്ലാസ് സാധാരണ കാലത്ത് തന്നെ ആവാനാണ് സാധ്യത. മാറ്റണമെങ്കിൽ വിവരം അറിയിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. ശംഭോ മഹാദേവ.